നമസ്കാരം, മിനിയാസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കഞ്ഞിവെള്ളം ചെറിയൊരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കറിയാലോ കഞ്ഞിവെള്ളത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തുമാത്രമാണെന്ന്. പഴയ ശീലങ്ങളിൽ നിന്നെല്ലാം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും പെട്ടെന്നൊരു പനി വന്നാൽ നാം ഇപ്പോഴും കഴിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് നല്ല ചൂടുള്ള കഞ്ഞിയും ഉപ്പിട്ട കഞ്ഞിവെള്ളവും അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ കഞ്ഞിവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഗുണങ്ങൾ വളരെ വേഗത്തിൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ ഗുണം പകരുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു ചെറിയ പനിയൊക്കെ വന്നാൽ പോലും കൂടെ കഞ്ഞി നമ്മൾ കുടിക്കുന്നത്. അപ്പം കഞ്ഞി ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ, ഈ കഞ്ഞി വെള്ളത്തിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. നമ്മുടെ തലമുടിയും ചർമ്മവും ഒക്കെ എല്ലാം ഇപ്പോഴും നല്ല ആരോഗ്യമുള്ളതായിട്ടും ചെറുപ്പമായിട്ടിരിക്കാനും ഒക്കെ കഞ്ഞിവെള്ളം നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. വെള്ളത്തിലേക്ക് കുറച്ച് റോസ് വാട്ടറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളുണ്ടല്ലോ ഇതുപോലെ ചെറിയൊരു കോട്ടൺ തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ പഞ്ഞോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഈ കഞ്ഞിവെള്ളത്തിൽ നല്ലപോലെ ഇങ്ങനെ ഒന്ന് മുക്കി പിഴിഞ്ഞ് എടുത്തതിന് ശേഷം നമ്മുടെ മുഖത്തൊക്കെ ഒന്ന് തടവി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ പോയിട്ട് നല്ലൊരു തിളക്കം കിട്ടും കേട്ടോ. മുഖത്തിന് നല്ല അടിപൊളിയാണ്. ഇതിങ്ങനെ ആഴ്ചയിൽ 2 തവണ ചെയ്താൽ തന്നെ നമുക്ക് നമ്മുടെ ഫേസിൽ ആ ഒരു മാറ്റം അറിയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. എത്ര ഡള്ളായിട്ടിരിക്കുന്ന ഫേസ് ആണെങ്കിൽ പോലും കൂടി നല്ലൊരു തിളക്കത്തോടു കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത് സിമ്പിളായിട്ടുള്ള ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇത് മുഖത്തിടാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ, നമ്മുടെ കൈകാലുകളിലൊക്കെ നമുക്ക് ഇതുപോലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആ ഒരു സ്കിന്നിൻ്റെ കണ്ടീഷൻ, ആ സ്കിന്നിൻ്റെ ടോൺ തന്നെ മാറുന്നത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം നിങ്ങൾ ഇതുപോലെ കഞ്ഞിവെള്ളം വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന കത്തിയുടെ സ്ഥിതി നിങ്ങൾ കണ്ടല്ലോ, നിറച്ച് തുരുമ്പാണ്. അപ്പോൾ ഇതുപോലെ തുരുമ്പൊക്കെ പിടിച്ച കത്തി, കത്രിക അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ, അതായത് തുരുമ്പ് പിടിച്ച ഇരുമ്പ്, അത് എങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ആക്കുന്നത് എന്ന് നോക്കാം കേട്ടോ. ഇതിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തുരുമ്പുണ്ടേ. അപ്പോൾ വേറെ ഒന്നുമല്ല ഞാൻ എടുത്തേക്കുന്നത്, നമ്മുടെ കോൾഗേറ്റിൻ്റെ ടൂത്ത് പേസ്റ്റാണ് എടുത്തേക്കുന്നത്. ഒരല്പം ടൂത്ത് പേസ്റ്റ് ഇങ്ങനെ ഒന്ന് എടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു നാരങ്ങയുടെ മുറിയാണ്. അതിപ്പം നമ്മൾ വെള്ളമൊക്കെ പിഴിഞ്ഞ് കുടിക്കാനെടുത്ത ആ ഒരു വേസ്റ്റ് ആയിട്ടുള്ള നാരങ്ങയുടെ തൊലിയുണ്ടല്ലോ, അത് മതി കേട്ടോ. നല്ലതൊന്നും വേണമെന്നില്ല. എന്നിട്ട് ഇത് രണ്ടും കൂടി വെച്ചിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തൊന്ന് ഉരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലായിടത്തും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10-20 മിനിറ്റ് നമുക്കിതൊന്ന് വെക്കുകയും വേണം കേട്ടോ. എല്ലാം ഒന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ്. നല്ല അടിപൊളി ഒരു സൂത്രമാണിത്. നിങ്ങളിത് ചെയ്ത് നോക്കണം. തുരുമ്പൊക്കെ പൂർണ്ണമായിട്ടും തന്നെ പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് ഞാനിങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കത്തിയുടെ കളർ തന്നെ നിങ്ങൾ നോക്കിക്കേ. അപ്പം ഇത് നമുക്കിനി ഒരു എന്തെങ്കിലും വെച്ചിട്ടൊന്ന് സ്ക്രബ് ചെയ്യണമെങ്കിൽ സ്ക്രബ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ആ നാരങ്ങയുടെ തൊലി വെച്ചിട്ട് തന്നെയാണ് സ്ക്രബ് ചെയ്തിട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം വേണ്ട കഴുകി എടുത്തുകൊണ്ട് വന്നതാണ്. നിങ്ങൾ നോക്കിക്കേ, ഇപ്പോൾ ഇതൊരു പുതിയ കത്തി പോലല്ലേ ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കൈവശമുള്ള തുരുമ്പ് പിടിച്ച എന്തെങ്കിലും ഇരുമ്പ്, കത്തി, അതുപോലെ തന്നെ കത്രിക അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളുണ്ടെങ്കിൽ ഇതേപോലെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തും കൂടി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതേപോലെ ഒരു കഷ്ണം ഇഞ്ചിയാണ്. ഈ ഇഞ്ചി നമുക്ക് ചതച്ച് ഇതിൻ്റെ നീരാണ് കേട്ടോ ആവശ്യമായിട്ട് വരുന്നത്. ഒട്ടുമിക്ക ആളുകളെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് പേൻ ശല്യം. വ്യക്തി ശുചിത്വമില്ലായ്മയുടെയും വൃത്തിയില്ലാത്ത മുടിയുടെയും ഒക്കെ ലക്ഷണം കൂടിയാണ് തലയിൽ പേൻ ശല്യം ഉണ്ടാവുന്നത്. കുട്ടികളിലാണ് ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. മറ്റു കുട്ടികളുമായിട്ടൊക്കെ ഇടപഴകുന്നത് വഴി ഇത് പെട്ടെന്ന് തന്നെ പടരാം. അപ്പോൾ തലയോട്ടിൽ നിന്ന് രക്തമൂറ്റി കുടിക്കുന്നതാണ് പേനുകളുടെ പ്രധാന ആഹാരം എന്നറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഇതിനൊരു നിസ്സാര പ്രശ്നമായിട്ട് കാണരുത്. പേൻ ശല്യം അകറ്റാൻ വേണ്ടി സഹായിക്കുന്ന പ്രകൃതിദത്തമായ മാർഗ്ഗങ്ങളുണ്ട്. കെമിക്കലുകളുടെ പുറകെയൊന്നും പോകേണ്ടതായ യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു രീതി ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇത് പേൻ ശല്യം പൂർണ്ണമായിട്ടും തന്നെ മാറുന്നതായിരിക്കും. ഇങ്ങനെ ചതച്ചെടുത്ത ഇഞ്ചി നമുക്കൊന്ന് പിഴിഞ്ഞ് ഇതിൻ്റെ നീര് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ സ്പൂണിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഞെക്കി പിഴിഞ്ഞാണ് എടുക്കുന്നത്. നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വളരെ എളുപ്പമുണ്ട്. അപ്പോൾ ഇത്രയും നീര് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് അരമുറി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു ഇൻഗ്രീഡിയൻ്റ് കൂടെ വേണം, വേറൊന്നുമല്ല. നമ്മുടെ തലയിലിടുന്ന ഷാമ്പു ഏതാണോ അത് കുറച്ച് ഇതിനകത്തേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതുപോലെ ക്ലിനിക് പ്ലസിൻ്റെ ഒരു ഷാമ്പു ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ.
അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് തലയോട്ടിയിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കണം. തലയോട്ടിയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ, ഇത് പുരട്ടി കഴിയുമ്പോൾ. അപ്പം നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം നമുക്കൊരു 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വിട്ടതിന് ശേഷം നമുക്കിത് കഴുകി എടുക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ തലയിൽ ഒട്ടും തന്നെ പേൻ നിൽക്കത്തില്ല. കാരണം ആ ഇഞ്ചിയുടെ സ്മെല്ലൊക്കെ പേനിനെ തലയിൽ നിന്നും തുരത്തി ഓടിക്കാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ തലയിൽ പേൻ ശല്യം ഉണ്ടാവത്തേ ഇല്ല കേട്ടോ. അപ്പോൾ അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം പോകുന്നതുമായിരിക്കും. അപ്പോൾ ഈ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പാണ്. ഇതിനകത്ത് നമ്മൾ കെമിക്കലുകളായിട്ടൊന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. ആകപ്പാടെ നമ്മൾ എടുത്തേക്കുന്ന ഒരു ഷാമ്പൂ മാത്രമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമുക്ക് കമൻറ്റുകളായിട്ട് തന്നെ അറിയിക്കാനായിട്ട് മറക്കരുതേ. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൊടിയിലയാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ വീടുകളിലൊക്കെ ധാരാളമായിട്ട് കാണുന്ന ഒന്നാണല്ലോ കൊടി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലിതേണ്ട 2 ഇല എടുത്തിട്ട് ഞാനിങ്ങനെ ഒന്ന് പിച്ച് കീറി ഒരു ഇടികല്ലിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് ചതച്ചിട്ട് എടുക്കാം. ചതച്ച് എടുത്തത് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചെറു ചൂടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ. മൂടി വെച്ച് ഇതൊന്ന് തണുക്കണം. തണുത്ത് കഴിയുമ്പോൾ ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. നമ്മളിത് തിളപ്പിച്ചെടുക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ സത്തെല്ലാം അങ്ങ് ആവി രൂപത്തിലങ്ങ് പോകും. ഇതിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ മൂടി വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ ഈ കൊടിയിലയുടേതായ എല്ലാ സത്തും ഈ വെള്ളത്തിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾ ചെയ്യാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ പോൺസിൻ്റെ പൗഡറാണ്, ഏകദേശം 1 സ്പൂൺ അത്രത്തോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒന്ന് അരിച്ചും കൂടെ നമുക്ക് എടുക്കണം. കാരണം ഇത് സ്പ്രേ ബോട്ടിലേക്ക് മാറ്റേണ്ടതാണ്. അതുകൊണ്ടാണ് അരിച്ചെടുക്കണമെന്ന് പറയുന്നത്. ഇത് കൊതുകുകളെ തുരത്താൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റാണ്. സന്ധ്യ ആകുന്ന സമയത്താണല്ലോ കൊതുകുകൾ ധാരാളമായിട്ട് കാണുന്നത്. അപ്പം നമുക്കിതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൊതുകുകൾ, പൊടിയീച്ചകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തു പോകുന്നതായിരിക്കും. ഇതുപോലെ കർട്ടൻ്റെ മറവിലൊക്കെ മറിഞ്ഞിരിക്കുന്ന കൊതുകുകളൊക്കെ പൂർണ്ണമായിട്ടും തന്നെ വെളിയിലേക്ക് പോകും കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ചെറിയൊരു കഷ്ണം റസ്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ റസ്ക് ഒന്ന് പൊടിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഒരു പേപ്പറിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഞാനിങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു ടാബ്ലറ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ പാരസെറ്റാമോളിൻ്റെ ഒരു ടാബ്ലറ്റ് എടുത്തത്, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് രണ്ടും കൂടി ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതൊരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാവേ. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കൊടിയില കൂടി ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എലികളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നെയ്യും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നെയ്യുടെയൊക്കെ ആ ഒരു സ്മെല്ലൊക്കെ എലികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. എലികളെ മാത്രമല്ല കേട്ടോ, പല്ലികളെയും പാറ്റകളെയും ഒക്കെ നമുക്ക് ഇത് വെച്ചിട്ട് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നെയ്യില്ലെങ്കിൽ ഈ സ്ഥാനത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം വെച്ചിട്ട് നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ പല്ലികളെയും എലികളെയും പാറ്റകളെയും ഒക്കെ നമുക്ക് തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം ഇത് വെച്ചിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ബോട്ടിലിൻ്റെ ക്യാപ്പുകളുണ്ടെങ്കിൽ എടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇത് ഞാനൊന്ന് നിറച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് പല്ലികളും പാറ്റകളൊക്കെ ധാരാളമായിട്ട് കാണാറുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് കിച്ചണിൻ്റെ എന്തെങ്കിലും സൈഡ് ഭാഗത്ത് മൂലകളിൽ അല്ലെങ്കിൽ പല്ലികൾ വന്നിരിക്കാറുള്ള ജനൽ സൈഡുകളിലൊക്കെ നമുക്കിതിങ്ങനെ വെച്ച് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലൊക്കെ മിക്കവാറും പല്ലിയുടെ സാന്നിധ്യം എപ്പോഴുമുള്ള ഏരിയ ആണല്ലോ. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ ഇതുപോലെ ഒന്ന് രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പായിട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് വന്ന് ആരും ഇല്ലാത്ത സമയത്തായിരിക്കുമല്ലോ പല്ലികൾ കൂടുതലായിട്ടും കിച്ചണിലേക്കൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അവരിത് വന്ന് കഴിച്ച് കഴിഞ്ഞാൽ ഈ പാരസെറ്റാമോളൊക്കെ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പല്ലികൾ നശിച്ചു പോകുന്നതിന് ഇടയായിട്ട് തീരും. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ ശല്യക്കാരായിട്ടുള്ള പല്ലികളെ എലികളെയൊക്കെ നമുക്ക് തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള ഹോം റെമഡി നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുതേ.